അപ്പൊ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. 2025 തുടങ്ങിയപ്പോൾ എല്ലാവരെയും പോലെ ഞാനും കുറെ റിസൊല്യൂഷൻസ് ഒക്കെ എടുത്തു വെച്ചു. ആ റിസൊല്യൂഷന്റെ ഭാഗമായിട്ട് ഫെബ്രുവരി മന്തിൽ എനിക്ക് രണ്ട് ആക്ടിവിറ്റിയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഒന്ന്, ഒരു 21 കിലോമീറ്ററിന്റെ മാരത്തോൺ. ഒരാഴ്ച കഴിഞ്ഞിട്ട്, അതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു വിന്റർ ട്രാക്ക്. മാരത്തോൺ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലൈക് 10 കിലോമീറ്റേഴ്സ് വരെ ഞാൻ ഈസിലി ഐ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. ബട്ട് ഈ പ്രാവശ്യം അത് 21 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് ഇച്ചിരി പേടിയുണ്ട്. ഇച്ചിരി അല്ല, നല്ല പേടിയുണ്ട്. പിന്നെ വിന്റർ ട്രാക്ക്. ഞാൻ 2023 ഇതേ വിന്റർ ട്രാക്ക് കേദാർകണ്ട ഞാൻ 2023 ചെയ്തിട്ടുണ്ട്. അതും 10 ദിവസത്തിന്റെ ഗ്യാപ്പിലിട്ടായിരുന്നു ചെയ്തത്. ഒരു 10 ദിവസം മുമ്പ് എനിക്ക് തോന്നി ലെറ്റ്സ് ഗോ ഫോർ എ ട്രാക്ക്. അപ്പം 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിന്റർ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, റൈറ്റ്, ആഗ്രഹം വന്നു. അപ്പൊ ഞാൻ ബുക്ക് ചെയ്തു ബ്രഹ്മതാൾ ട്രാക്ക്. സോ ഫെബ്രുവരി 9th is going to be my marathon, and February 15th or 16th is somewhere I am starting my winter trek. Now, ഈ രണ്ട് ആക്ടിവിറ്റിയും വന്നത് ഒരാഴ്ചയുടെ ഗ്യാപ്പിലാണ്. അതുകൊണ്ട് നല്ലതായി, ബിക്കോസ് ഐ ക്യാൻ നൗ ട്രെയിൻ ഫോർ മാരത്തോൺ ആൻഡ് വിന്റർ ട്രെക്ക് ഇൻ ദ സെയിം ടൈം. സോ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമൊന്നുമില്ല, അധികം സമയമില്ല. നമ്മളുടെ കയ്യിൽ ആകെ ഒരു 15 ദിവസമേ ഉള്ളൂ നമ്മളുടെ കയ്യിൽ ബോഡിക്ക് ആ കൈൻഡ് ഓഫ് എക്സസൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഐ ഡു ഇറ്റ്. പക്ഷെ നല്ല പേടിയുണ്ട്. കാരണം ഇതൊരു എന്താ പറയണേ, നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാ ഈ ഒരു നെർവസ്നെസ്. ഒരുമിച്ച് തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെയാണ് ഈ നെർവസ്നെസ്. അപ്പൊ എന്തായാലും നമുക്ക് ജിമ്മിലോട്ട് പോവാം. ജിമ്മിൽ പോയിട്ട് ഇന്നത്തെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഇന്നത്തെ കാർഡിയോവും നമുക്ക് ഒന്ന് ഡോക്യുമെന്റ് ചെയ്യണം. കാരണം ഐ തിങ്ക് I have to take very small steps in terms of getting back to that extreme എൻഡുറൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു ഫേസിലോട്ട്. അപ്പം അതുകൊണ്ട് ഇന്നോട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഡയറ്റ് ആയാലും ശരി, ട്രെയിനിങ് ആയാലും ശരി, ഐ എം പ്ലാനിങ് ടു ഡു ഇറ്റ്. ഈ ട്രെയിനിങ് എനിക്ക് വേണ്ടി തന്നെ ഡോക്യുമെന്റ് ചെയ്യണം. സോ ദാറ്റ് അറ്റ് ദി എൻഡ് ഐ റിയലി വാണ്ടഡ് ടു സീ വേർ ഐ ഹാവ് സ്റ്റാർട്ടഡ് ആൻഡ് വേർ ഐ ആം ജസ്റ്റ് ബിഫോർ ദി ട്രെക്ക്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ ആഡ് കിട്ടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമന്റ് ആയിട്ട് പറയുക കി വാട്ട് കുഡ് ഹാവ് ബീൻ ഡൺ ബെറ്റർ. അപ്പൊ ഗൈസ്, ഇന്നത്തെ ജിമ്മെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇന്ന് മോസ്റ്റ്ലി നമ്മൾ ചെയ്തത് വെയിറ്റ് ട്രെയിനിങ് ആണ്. വരും ദിവസങ്ങളിൽ കാർഡിയോയും വെയിറ്റ് ട്രെയിനിങ് കൂടെ കമ്പൈൻ ചെയ്തിട്ട് ട്രെയിൻ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. എക്സസൈസിന്റെ കൂടെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ന്യൂട്രീഷൻ. സോ ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ടേക്ക് പ്രോട്ടീൻ പൗഡർ ഫ്രം ഹോൾ ട്രൂത്ത്. ഇതൊരു ഫാഷ്യലാണ് പറഞ്ഞത്. ഇത് കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ. ഞാൻ ആക്ച്വലി ഇതിന്റെ റിവ്യൂ ഇച്ചിരി റീഡ് ചെയ്തായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സേസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് അതർ പ്രോട്ടീൻസ്. ഇറ്റ് ഹാസ് വെരി the consistency is like water, so it's good to digest, to absorb like the body can absorb it faster. അതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ലെറ്റ്സ് നോക്കട്ടെ ഇത് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതാണ് ഹോൾ ട്രൂത്തിന്റെ പ്രോട്ടീൻ. ഇതൊരു കോഫി ഫ്ലേവേർഡ് പ്രോട്ടീൻ ആണ്. നിങ്ങൾക്ക് ഇതിനെ ഇൻഗ്രീഡിയൻസ് വായിച്ചാൽ മനസ്സിലാവും. ഇതിനകത്ത് ഓൺലി
whey protein concentrate 55 grams, and then jaggery, whole milk powder, ragi, coffee, bromelain, I don't know what it is, but then sunflower lecithin. Okay, hopefully this will taste good because ഞാൻ അങ്ങനെ പ്രോട്ടീൻ കഴിക്കാറില്ല. വെയിറ്റ് ട്രെയിനിങ്ങും കാർഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫറ്റീഗ് വരും നമുക്ക്. ഐ ഹോപ്പ് ദിസ് വിൽ ഈസ് ദാറ്റ് ഫറ്റീഗ്. ഓക്കെ, അപ്പം നോക്കാം ഹൗ ദിസ് ടേസ്റ്റ്. അപ്പം വെള്ളം ഇച്ചിരി കൂടിപ്പോയി, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായാലും ഇത് കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. അല്ലെങ്കിൽ 3-4 ദിവസത്തിനുള്ളിലാണ് എൻ്റെ 21 കിലോമീറ്ററിൻ്റെ മാരത്തോൺ. 2 days before the marathon I'll go for a run. അപ്പം അതാണ് ഇപ്പം വരത്തെ അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഉടനെ വേറൊരു വീഡിയോ, പുതിയൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. അതുകൊണ്ട് അതുവരെ ബൈ.